ഹായ് ഡിയർ സ്റ്റുഡൻസ്, തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിലേക്ക് വരുന്നു നമ്മളിനി. തെർമോഡൈനാമിക്സ് നമ്മൾ കെമിസ്ട്രിയിലും പഠിച്ചതാണ്. രണ്ടിലും ഒരേപോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ചില കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും ഒരു 4-5 മാർക്ക്, 4 മാർക്കിനൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ. ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് പാരാമീറ്റേഴ്സ് ഡസ് നോട്ട് ക്യാരക്ടറൈസ് ദി തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് മാറ്റർ? സ്റ്റേറ്റ് ഫംഗ്ഷൻ, സ്റ്റേറ്റ് വേരിയബിൾ അല്ലാത്തത് ഏത് എന്നാണ്. നമുക്കറിയാം ഹീറ്റ്, വർക്ക്, ഇതൊക്കെ പാത്ത് ഫംഗ്ഷനാണ്, പാത്ത് വേരിയബിളാണ്, സ്റ്റേറ്റ് വേരിയബിൾ അല്ല. അപ്പോൾ വർക്കാണ് ആൻസർ. വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ എല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണ്, സ്റ്റേറ്റ് വേരിയബിളാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഈസ് റസ്റ്റിംഗ് ഓഫ് അയൺ എ റിവേഴ്സിബിൾ പ്രോസസ്? വൈ? ഓക്കെ, റസ്റ്റിംഗ് ഓഫ് അയൺ, തുരുമ്പ് പിടിക്കുന്നത് ഒരു റിവേഴ്സിബിൾ പ്രോസസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, റിവേഴ്സിബിൾ അല്ല. കാരണം അതൊരു കെമിക്കൽ ചേഞ്ചാണ്. അപ്പോൾ അത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. റിവേഴ്സിബിൾ പ്രോസസ് ആകുമ്പോൾ എന്താണെന്നറിയാലോ, ആ സിസ്റ്റത്തിനോ സറൗണ്ടിങ്സിനോ ഒരു ചേഞ്ചും ഇല്ലാതെ ആ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാൻ പറ്റണം. അതാണ് റിവേഴ്സിബിൾ പ്രോസസ്. സോ റിവേഴ്സിബിൾ പ്രോസസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, സിൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് എ കെമിക്കൽ ചേഞ്ച്. ഓക്കെ, അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. ആ കെമിക്കൽ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ അത് ഒരിക്കലും റിവേഴ്സിബിൾ പ്രോസസ് അല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വെൻ എയർ ഓഫ് അറ്റ്മോസ്ഫിയർ റൈസസ് അപ്പ് ഇറ്റ് കൂൾസ് വൈ? എപ്പോഴാണ് അറ്റ്മോസ്ഫിയറിക് എയർ മേലോട്ട് പൊങ്ങാറുള്ളത്? ചൂടാകുമ്പോൾ. ഓക്കെ, ഹോട്ട് ആകുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സ്പാൻഷൻ ഉണ്ടാവും, അപ്പോൾ വോള്യൂം കൂടും, ഡെൻസിറ്റി കുറയും, അപ്പോഴാണ് മേലോട്ട് പൊങ്ങാറുള്ളത്. അപ്പോൾ ആ ഗ്യാസ്, അറ്റ്മോസ്ഫിയറിക് എയർ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഗ്യാസ് വർക്ക് ചെയ്യുന്നു. ഗ്യാസ് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കുറയുന്നു. ഓക്കെ, ഇൻറ്റേർണൽ എനർജി കുറയുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നു. അതാണ് അറ്റ്മോസ്ഫിയറിക് എയർ മേലോട്ട് പോകുന്ന സമയത്ത് അതിന് തണുപ്പുണ്ടാകാൻ, തണുപ്പ് അനുഭവപ്പെടാൻ കാരണം. വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കുറയുന്നു, ടെമ്പറേച്ചർ കുറയുന്നു. ഓക്കെ, ദെൻ കാർനോട്ട് എഞ്ചിൻ കനോട്ട് ഹാവ് 100% എഫിഷ്യൻസി, എക്സ്പ്ലെയിൻ വൈ? ധാരാളം തവണ ചോദിച്ചു. കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി കാണാനുള്ള ഫോർമുല 1 - T2/T1 ആണ്. പെർസെൻറ്റേജ് ആകുമ്പോൾ ഇൻറ്റു 100. ഈ എഫിഷ്യൻസി 1 അല്ലെങ്കിൽ 100% ആവണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം 0 വന്നാലല്ലേ 1 - 0 1 എന്ന് വരുള്ളൂ. അപ്പോൾ 1 × 100 100. T2/T1 0 വരണമെന്നുണ്ടെങ്കിൽ T2 0 ആകണം. ഈ എഫിഷ്യൻസി 100% ആവുക T2 0 കെൽവിൻ ആകുമ്പോഴാണ്. സിങ്കിൻ്റെ ടെമ്പറേച്ചർ, കോൾഡ് റിസർവോറിൻ്റെ ടെമ്പറേച്ചർ 0 കെൽവിൻ. 0 കെൽവിൻ ടെമ്പറേച്ചർ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയ ടെമ്പറേച്ചർ അല്ല. ഇറ്റ് കാൺ ബി റിയലൈസ്. ഓക്കെ, T2 0 കെൽവിൻ ആകുമ്പോഴേ എഫിഷ്യൻസി 100% ആവും. പക്ഷേ T2 0 ആക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒന്നല്ല. ഓക്കെ, ദെൻ PV ഡയഗ്രാം ഓഫ് എ ഗ്യാസ് ഇസ് ഷോൺ ഇൻ ഫിഗർ. PV ഡയഗ്രാം, ഇൻഡിക്കേറ്റർ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇൻ ദിസ് ഫിഗർ AB റെപ്രസെൻറ്റ്സ് ഐസോബാറിക് പ്രോസസ്. ദ AB ഐസോബാറിക് പ്രോസസ്. ശ്രദ്ധിക്കണേ, ഇത് A, ഇത് B. AB ഐസോബാറിക് പ്രോസസ്. അതേപോലെ AD റെപ്രസെൻറ്റ്സ് ഐസോതെർമൽ പ്രോസസ്. എക്സ്പ്ലെയിൻ ഐസോബാറിക് പ്രോസസ് ആൻഡ് ഐസോതെർമൽ പ്രോസസ്. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള തെർമോഡൈനാമിക് പ്രോസസ്, ഇത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുള്ള തെർമോഡൈനാമിക് പ്രോസസ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ വർക്ക് ഡൺ കാണും, പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ P∆V അല്ലെങ്കിൽ μR∆T. ∆T എന്ന് പറയുമ്പോൾ T2 - T1. ഇവിടെ വർക്ക് ഡൺ നിങ്ങൾക്കറിയാം μRT log V2/V1. ഓക്കെ, ദെൻ യൂസിങ് ദി എബവ് ഗ്രാഫ് ഫൈൻഡ് ദി പ്രോസസ് ഇൻ വിച്ച് വർക്ക് ഡൺ ഈസ് മാക്സിമം, ഗിവ് ദി റീസൺ. നിങ്ങൾക്കറിയാം PV ഗ്രാഫിൽ നിന്ന് വർക്ക് ഡൺ കാണാൻ പറഞ്ഞാൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ PV ഗ്രാഫ്. ഏരിയ ആർക്കാ കൂടുക? AB എന്ന് പറയുന്ന പോർഷൻ, അതിന് താഴെയുള്ള ഏരിയ അല്ലേ കൂടുതൽ. ABക്ക് താഴെയുള്ള ഏരിയ ഇത്രയും ഏരിയ ഉണ്ട്. എന്നാൽ AD എന്ന് പറയുന്ന ഭാഗത്തെ ഏരിയ എന്ന് പറയുന്നത്, AD എന്ന് പറയുന്ന ഗ്രാഫ് ഇതാണ്, അതിന് താഴെയുള്ള ഏരിയ ഞാൻ റെഡ് കളറിൽ കാണിച്ച ഏരിയ, അത് ഏരിയ കുറവല്ലേ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഏരിയ അണ്ടർ AB ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഏരിയ അണ്ടർ AD. ഓക്കെ, അതുകൊണ്ട് ഐസോബാറിക് പ്രോസസ്സിനാണ് കൂടുതൽ വർക്ക് ഡൺ ഉള്ളത്. ഏരിയ അണ്ടർ AB ഗ്രേറ്റർ ദാൻ ഏരിയ അണ്ടർ AD. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വെൻ എ ഗ്യാസ് ഈസ് സഡൻലി കംപ്രസ് ഇറ്റ്സ് ടെമ്പറേച്ചർ റൈസസ്, വൈ? സഡൻലി കംപ്രസ് ചെയ്യുന്ന സമയത്ത് അഡിയാബാറ്റിക് പ്രോസസ്, സഡൻ പ്രോസസ്. കംപ്രസ് ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം. നമ്മൾ സിസ്റ്റത്തിന് മേൽ വർക്ക് ചെയ്താൽ ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടും. ഓക്കെ, കംപ്രസ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടുന്നു. ഇൻറ്റേർണൽ എനർജി കൂടിയാൽ ടെമ്പറേച്ചർ കൂടുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് ടേക്കൺ ഫ്രം ആൻ ഒറിജിനൽ സ്റ്റേറ്റ് ടു ആൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ബൈ ലീനിയർ പ്രോസസ് ഷോൺ ഇൻ ഫിഗർ. ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ഡിയിൽ നിന്ന് ഇയിലേക്ക്, ഇ നിന്ന് എഫിലേക്ക്, പിന്നെ എഫിൽ നിന്ന് ഡിയിലേക്ക് ഒരു സൈക്ലിക് പ്രോസസ്സാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് ടോട്ടൽ വർക്ക് ഡൺ. ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിക്കല്ല. കാൽക്കുലേറ്റ് ടോട്ടൽ വർക്ക് ഡൺ. ഇങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സ് ആകുമ്പോൾ ആ ലൂപ്പ്, ഇത് ട്രയാങ്കിൾ ആണ്, ആ ലൂപ്പിൻ്റെ ഏരിയ കണ്ടാൽ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ലൂപ്പ്. ട്രയാങ്കിൾ അല്ലേ അത്, ഹാഫ് BH. B എന്ന് പറയുമ്പോൾ ബേസ് ആണ്. ബേസ് ഇത് 2 ആണ്, ഇത് 5 ആണ്. അപ്പോൾ ഈ ദൂരം 3 ആണ്. എന്താണ് 3? പ്രഷറാണ്.
380 ആണ്. ഓക്കെ, അതേപോലെ എച്ച് എന്ന് പറയുന്നത് ഇത് 300, ഇത് 600 എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് 300 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതാണ് CC എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ശരി. അങ്ങനെ വരുമ്പോൾ ബി എന്ന് പറയുമ്പോൾ ബേസ് 380 ആണ്. ATMനെ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1.013 × 10⁵. അതേപോലെ 300 സെൻറ്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബിലേക്ക് മാറ്റുമ്പോൾ 10⁻⁻6. ഓക്കെ, ഇവിടെ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ പാസ്കലിലേക്ക് മാറ്റുമ്പോൾ ഈ 1.013 നമുക്ക് വേണമെങ്കിൽ നെഗ്ലക്ട് ചെയ്യാം. കാരണം അത് 1.0 എന്ന് പറയുമ്പോൾ ആ വാല്യൂ നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ 10⁵ മാത്രം ചെയ്താലും മതി. 1/2 × 3 × 10⁵ × 300 10⁶ ചെയ്യുമ്പോൾ 45 ജൂൾ എന്ന് കിട്ടും. അപ്പോൾ ലൂപ്പ് ഏരിയ കണ്ട സൈക്ലിക് പ്രോസസ്സിൻ്റെ വർക്ക് കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CP. Why CP is greater than CV for a gas? ഗ്യാസുകൾക്ക് 2 മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി ഉണ്ട്, CP, CV. CP is always greater than CV. Why? ഈ ചോദ്യം നമ്മൾ തിയറി പാർട്ട് ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഉപയോഗിച്ച് ഇന്റേണൽ എനർജി കൂട്ടുന്നു, വർക്ക് ചെയ്യുന്നു. എന്നാൽ വോള്യൂം കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നോ ഹീറ്റ് കൊടുക്കുന്നത് കൊണ്ട് എന്ത് പണി മാത്രമേ ഉള്ളൂ? ഇന്റേണൽ എനർജി കൂട്ടുക എന്നുള്ള വർക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടി മാത്രമേ കോൺസ്റ്റൻറ്റ് വോള്യത്തിൽ ഉപയോഗിക്കണുള്ളൂ. കാരണം ഇവിടെ കോൺസ്റ്റൻറ്റ് വോള്യം ആകുമ്പോൾ വർക്ക് ഡൺ P∆V എന്ന് പറയുന്നത് 0 അല്ലേ? വോള്യം കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ∆V 0. ഓക്കെ, എന്നാൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ കൊടുക്കുന്ന ഹീറ്റ് ഉപയോഗിച്ച് 2 പണി ചെയ്യാനുണ്ട്. ഇന്റേണൽ എനർജി കൂട്ടാനുണ്ട്, വർക്ക് ചെയ്യാനുണ്ട്. സോ CP ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ CV. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെർമോഡൈനാമിക്സ് ഡീൽസ് വിത്ത് കോൺസെപ്റ്റ് ഓഫ് ഹീറ്റ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് എനർജി. നിങ്ങൾക്കറിയാം, വിച്ച് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് ഹീറ്റ് എഞ്ചിൻ? ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് പറയാൻ ഏത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദി ഓപ്പറേഷൻസ് ഓഫ് കാർനോട്ട് എഞ്ചിൻ, ഡ്രോ കാർനോട്ട് സൈക്കിൾ ആൻഡ് റെഡ്യൂസ് ദി എക്സ്പ്രഷൻ ഫോർ ഇറ്റ്സ് എഫിഷ്യൻസി. കാർനോട്ട് എഞ്ചിനെ കുറിച്ചൊരു ചോദ്യം വരാത്ത എക്സാം വളരെ കുറവാണ്, ധാരാളം തവണ. കാർനോട്ട് സൈക്കിൾ നിർബന്ധമായും വരച്ച് പഠിക്കണം. തിയറി ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി കാണിച്ചിരിക്കുകയാണ്. PV ഡയഗ്രം വരയ്ക്കുക. ഈ 4 പ്രോസസ്സ് ഒരിക്കലും മറക്കരുത്. A മുതൽ B വരെ ഐസോതെർമൽ എക്സ്പാൻഷൻ, B മുതൽ C വരെ അഡയബാറ്റിക് എക്സ്പാൻഷൻ, C മുതൽ D വരെ ഐസോതെർമൽ കംപ്രഷൻ, D മുതൽ A വരെ അഡയബാറ്റിക് കംപ്രഷൻ. ഈ സൈക്കിൾ വരക്കാൻ, ഓരോ പ്രോസസ്സിൻ്റെ പേര് എഴുതാൻ ഒക്കെ ചോദിക്കും. ഓക്കെ, ഇനി വളരെ റെയറായിട്ടാണ് ആ എഫിഷ്യൻസിൻ്റെ ഫോർമുലയൊക്കെ ഡിറൈവ് ചെയ്യാൻ ടോട്ടൽ വർക്ക് ഡൺ കാണാനൊക്കെ ചോദിക്കാറുള്ളത്. ഞാൻ ടോട്ടൽ വർക്ക് ഡൺ എഴുതിയിട്ടുണ്ട്. A മുതൽ B വരെ ഐസോതെർമൽ പ്രോസസ്സാണ്, μR T1 log V2/V1. B മുതൽ C വരെ അഡയബാറ്റിക് എക്സ്പാൻഷൻ, μR (γ-1 T1 - T2). അടുത്ത കംപ്രഷനാണ്. ഐസോതെർമൽ കംപ്രഷൻ ആകുമ്പോൾ -μR T2 log V3/V4. ഓക്കെ, നമ്മൾ V3/V4 എഴുതണമെങ്കിൽ മൈനസ് ഇടണം. D മുതൽ A വരെ അഡയബാറ്റിക് കംപ്രഷൻ -μR (γ-1 T1 - T2). ഇത് രണ്ടും ഒരേ ഫോർമുല, 1 + 1 മൈനസ്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ കാണുമ്പോൾ ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഇത് രണ്ടും മാത്രമാവും. ഇതാണ് ടോട്ടൽ വർക്ക് ഡൺ. ഇനി അതിൽ നിന്ന് എഫിഷ്യൻസിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു Q1 - Q2 എന്നാണ്. ആ ഹീറ്റ് എഞ്ചിൻ്റെ വർക്ക് ഡൺ Q1 - Q2. ഓർക്കണില്ലേ, ഇത് സോഴ്സ് ആണ്. സോഴ്സിൽ നിന്ന് Q1 ഹീറ്റ് അബ്സോർബ് ചെയ്ത് വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. ബാക്കി വരുന്ന റിമൈനിങ് ഹീറ്റാണ് സിങ്കിലേക്ക് കൊടുക്കുന്നത്. Q2 ആണ് സിങ്കിലേക്ക് കൊടുക്കുന്നത്. സോഴ്സ് ആണ്, ഇത് സിങ്ക് ആണ്. അപ്പോൾ Q1 ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ പ്ലസ് Q2 എന്നാണ്. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു Q1 - Q2. ഓക്കെ, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു Q1 - Q2. എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു 1 - Q2/Q1 ആണ്. Q2 എന്ന് പറയുന്നത് ഇതും Q1 എന്ന് പറഞ്ഞു നേരത്തെ കണ്ടു. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു Q1 - Q2 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് Q1, ഇതാണ് Q2. അങ്ങനെ വരുമ്പോൾ W ഇസ് ഈക്വൽ ടു Q1 - Q2. എഫിഷ്യൻസി 1 - Q2/Q1. ഇത് Q2, ഇത് Q1. μR കട്ട് ചെയ്ത് പോയി. V3/V4 V2/V1 ഈക്വൽ ആണ്. അപ്പോൾ ഈ ഭാഗവും ക്യാൻസൽ ചെയ്ത് പോയാൽ 1 - T2/T1 എന്ന് കിട്ടും എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, a perfect Carnot engine utilizes an ideal gas. The temperature of source is 500 Kelvin and that of sink is 375 Kelvin. If the engine takes 600 kilocalorie per cycle from the source, then calculate. എഫിഷ്യൻസി കാണാനുള്ള പ്രോബ്ലം ഞാൻ പറയുന്നില്ല, അത്രയധികം തവണ ആവർത്തിച്ച് വന്ന എഫിഷ്യൻസി കാണാനുള്ള ചോദ്യം. അവിടെ 1 - T2/T1. T2 സിങ്കിൻ്റെ ചെറിയ ടെമ്പറേച്ചറാണ് T2, വലിയ ടെമ്പറേച്ചറാണ് T1. എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, T1 ഉം T2 കെൽവിനിലായിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ, ഡിഗ്രി സെൽഷ്യസിനെ മാറ്റി കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ T2 375, T1 500. ചെറിയ ടെമ്പറേച്ചർ T2, വലിയ ടെമ്പറേച്ചർ T1. അപ്പോൾ എഫിഷ്യൻസി 0.25 എന്ന് കിട്ടും. എഫിഷ്യൻസിക്ക് യൂണിറ്റ് ഇല്ല. പിന്നെ ഈ 2 ക്വസ്റ്റ്യൻസ് ചിലപ്പോഴൊക്കെ എക്സാമിന് ചോദിക്കാൻ നേരിയ ചാൻസേ കാണുന്നുള്ളൂ. അത് അത്ര ഡീറ്റെയിൽ ആയപ്പോൾ സിലബസിൽ അങ്ങനെ വിശദീകരിച്ച് പറയുന്നില്ല. എന്നാലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കണം. മുമ്പൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വർക്ക് ഡൺ പെർ സൈക്കിൾ ഇൻ ജൂൾ. വർക്ക് ഡൺ കാണാൻ എങ്ങനെ? എഫിഷ്യൻസി കിട്ടിയാൽ വർക്ക് ഡൺ എങ്ങനെ കാണാം? എഫിഷ്യൻസി സത്യത്തിൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് W/Q1 ആണ് സത്യത്തിൽ എഫിഷ്യൻസി. ആ W ആണ് Q1 - Q2 എന്നാണ്. അങ്ങനെയാണ് 1 - Q2 - Q1 എന്നൊക്കെ Q2/Q1 എന്ന രീതിയിലേക്കൊക്കെ വന്നത്. അപ്പോൾ എഫിഷ്യൻസി കാണാൻ W/Q1 എന്നുള്ള ഫോർമുല ഉണ്ട്. അപ്പോൾ W എഫിഷ്യൻസി ഇൻറ്റു Q1. എഫിഷ്യൻസി ഇപ്പോൾ കിട്ടി. Q1 എന്ന് പറഞ്ഞാൽ സോഴ്സിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഹീറ്റ് 600 kilocalorie, കിലോ 10⁻3. അപ്പോൾ വർക്ക് ഡൺ കിട്ടി. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് ഹീറ്റ് റിജക്റ്റഡ് ടു സിങ്ക്, അഥവാ
Q2 കണ്ടെത്തണം. W = Q1 - Q2 ആണ്. W നമുക്കിവിടെ കിട്ടി, Q1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അപ്പോൾ Q2 നമുക്ക് ഇങ്ങനെ കണ്ടെത്താം. ഓക്കെ, സോ ഈ രീതിയിലൊക്കെ കാർനോട്ട് എഞ്ചിനുമായി ബന്ധപ്പെട്ട പ്രോബ്ലവും എക്സാമിന് ചോദിച്ചേക്കാം. ഇത്രയും കാര്യങ്ങളാണ് തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിന് നിർബന്ധമായി നിങ്ങൾ നോക്കേണ്ടത്. താങ്ക് യു ആൾ.